ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. +2 ഇംഗ്ലീഷിലെ 8 മാർക്കിൽ നമുക്ക് ഷുവറായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോയം കമ്പാരിസൺ. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു പോയം തന്നു കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള 2 പോയത്തിൽ നിന്ന് ആ പോയവുമായി കമ്പയർ ചെയ്ത് ചോദിക്കാം. അതല്ല എങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പോയം മാത്രം തന്ന് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും നമുക്ക് വരാം. അപ്പോൾ പോയം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 8 മാർക്ക് കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ വന്നിരിക്കുന്നത്. നാളത്തെ എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് നാളത്തെ എക്സാമിന് 2 പോയാണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഒന്ന് നമ്മുടെ എനി വുമണും അതുപോലെ തന്നെ മെൻഡിങ് വാളും 2 പോയംസ് ആണ്. ഇതിലെ പോയം കമ്പാരിസണും അതുപോലെ തന്നെ കമ്പയർ ചെയ്യാനായിട്ട് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത് മെൻഡിങ് വാളാണ്. വേറെ ഒന്നുമല്ല, എനി വുമണിലെ ടോപ്പിക് എന്ന് പറയുന്നത് വുമൺ എംപവർമെൻ്റ് ആണ്. അപ്പോൾ അതുമായിട്ട് വല്ല സ്പീച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ആ ലൈനും അതുപോലെ തന്നെ അതിലുള്ള ആ ഒരു അല്ലെങ്കിൽ മദർ ലവ് ആവാം, അതല്ലെങ്കിൽ വുമണിനെ കുറിച്ച് ചോദിക്കാം, വുമൻസിൻ്റെ എന്ന സ്പീച്ചോ റിവ്യൂ റൈറ്റപ്പ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു സമ്മറി യൂസ് ചെയ്യാം. എനി വുമൺ എഴുതിയ ആളുടെ പേരൊക്കെ വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പാരിസൺ നമ്മൾ മാക്സിമം പഠിക്കേണ്ടത് മെൻഡിങ് വാൾ ആണ്. ഓണപരീക്ഷയാണ് കൂടുതൽ മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഓണപരീക്ഷയിൽ പഠിച്ച അത്രയും പോർഷൻസ് നിങ്ങൾക്ക് പിന്നീട് ഒരു വിധം സെറ്റാക്കി വെച്ചാൽ പിന്നെ വരണതിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക യുവർ സെൽഫ്. അപ്പോൾ 8 മാർക്കിന് എങ്ങനെയാണ് നമുക്ക് പോയം കമ്പാരിസൺ ചെയ്യാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നെങ്കിൽ എന്തായാലും ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. കാരണം നമുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് വ്യൂസ് വരുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു 8 മാർക്കിന് പോയം കമ്പാരിസൺ വരുമ്പോൾ നമ്മൾ മാക്സിമം ഒരു 4 പാരഗ്രാഫ് തിരിച്ചെങ്കിലും എഴുതാം. പാരഗ്രാഫ് തിരിച്ചെഴുതിയാലാണ് നമുക്ക് അതിൻ്റെ ഒരു നീറ്റ് ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, മൊത്തത്തിൽ നമുക്ക് ടീച്ചേഴ്സിന് ഓരോ പാരഗ്രാഫും ഓരോ ടോപ്പിക്കാണ് അനുസരിച്ചിരിക്കുന്നത്. വെറുതെ പാരഗ്രാഫ് തിരിക്കാനല്ല. ഫസ്റ്റത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് തന്നിരിക്കുന്ന പോയം ഇന്നാൾ ഇന്ന പോലെ തന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ്. സെക്കൻഡ് പാരഗ്രാഫ് നിങ്ങൾ തിരിക്കേണ്ടത് തന്നിരിക്കുന്ന പോയത്തെ കുറിച്ചിട്ട് എഴുതാം. 2 വട്ടം ആ പോയം വായിക്കുക. എന്നിട്ട് അതിൽ ലൈനുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എന്താണോ നിങ്ങൾക്ക് അതിന് മനസ്സിലായതെന്ന് വെച്ചാൽ അതൊന്ന് എഴുതാം. തേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുക. നമുക്ക് നമ്മളെ പോയം കമ്പയർ ചെയ്ത് ഇവിടെ നിങ്ങൾ സമ്മറിയാണ് എഴുതേണ്ടത്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ച സമ്മറി അതേപോലെ എഴുതാം. ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഈ 2 പോയം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതാണ് അതിൽ എഴുതേണ്ടത്. അങ്ങനെ പാരഗ്രാഫ് തിരിച്ചെഴുതാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ മിസ് ഇവിടെ കുറച്ച് ലൈൻസുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എന്ത് യൂസ് ചെയ്യാം. ഒന്നും പറ്റിയില്ലെങ്കിൽ പോയത്തിനെ കുറിച്ച് എഴുതുമ്പോൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഓരോ പാരഗ്രാഫും എങ്ങനെ തുടങ്ങണം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദ പോയം, ഇവിടെ പോയം നെയിമാണ് കൊടുക്കുന്നത്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള പോയം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോയത്തിൻ്റെ പേര് ഇഫ് എന്നാണ് എങ്കിൽ അപ്പോൾ അവിടെ ദ പോയം ഇഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇഫ് ആണ് നിങ്ങളുടെ, കാരണം പോയം നെയിം ദ പോയം, ഇവിടെ പോയത്തിൻ്റെ പേര് കൊടുക്കുക, ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. ഇസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ, പോയത്തിൻ്റെ പേര് തന്നിട്ടുണ്ട് എങ്കിൽ, തന്നിട്ടില്ല എങ്കിൽ ആൻ അൺനോൺ പോയിറ്റ് നെയിം എഴുതാൻ. അതായത് നമുക്ക് പേരറിയാത്ത ഒരാളുടെ ആണ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇറ്റ് ഈസ് എ സിമ്പിൾ പോയം വിത്ത് എൻ ഇമ്പോർട്ടൻറ്റ് തീം. ഇറ്റ് ഹാസ് എ പവർഫുൾ മെസ്സേജ്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സിമ്പിൾ പോയാണ്, പവർഫുൾ മെസ്സേജസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ ദ പോയിറ്റ് സീസ് ദാറ്റ്, ഇവിടെ തന്നിരിക്കുന്ന പോയത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, സമ്മറി ഓഫ് ഗിവൺ പോയം, ഇതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. സമ്മറി ഓഫ് ഗിവൺ, നമുക്ക് തന്നിരിക്കുന്ന പോയത്തിൽ നിന്ന് എന്താണോ മനസ്സിലായത് വെച്ചെങ്കിൽ അത് എഴുതാം. അതിൻ്റെ തുടക്കത്തിൽ ദ പോയിറ്റ് സീസ് ദാറ്റ് എന്ന് പറഞ്ഞ ലൈനെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ 2 പാരഗ്രാഫായി. ഓക്കെ, പിന്നീട് ആ പോയത്തിൽ തന്നെ ആ 2ാമത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ആയിട്ട് ദ കോമൺ വേർഡ്സ് ആർ യൂസ്ഡ്, ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, യൂസ് സിമ്പിൾ ലാംഗ്വേജ്, റൈമിംഗ് വേർഡ്സ് ഉണ്ട് എങ്കിൽ അത് എഴുതാം. അപ്പോൾ എ ബി 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 ബിയോ അല്ലെങ്കിൽ എ ബിയോ ഏതാണോ റൈമിംഗ് വേർഡ്സ് നിങ്ങൾ നോക്കുക. ലാസ്റ്റ് വരുന്ന റൈമിംഗ് വേർഡ്സുകൾ ഉണ്ടോ, ഇനി റൈമിംഗ് വേർഡ്സിൽ ഇല്ല എങ്കിൽ ദർ ഇസ് നോ റൈമിംഗ് വേർഡ്സ് ഇൻ ദിസ് പോയം. അങ്ങനെ എന്തായാലും അപ്പോൾ റൈമിംഗ് വേർഡ്സ്, ലാംഗ്വേജ്, അണ്ടർസ്റ്റാൻഡ്, കോമൺ വേർഡ്സ്, ഇതൊക്കെ നമ്മൾ ഓരോ ഇതിൽ എഴുതാം. എന്നിട്ട് ഐ ലൈക്ക് ദ ലൈൻസ്, അതായത് ആ ഒരു തന്നിരിക്കുന്ന പോയത്തിൽ നിന്ന് ഏതെങ്കിലും 2 ലൈൻ
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഏതെങ്കിലും 2 ലൈനെ ഇൻവേർട്ടർ കോമിൽ ഇട്ടിട്ട് ഐ ലൈക്ക് ദി ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ആ ലൈൻ എടുത്ത് എഴുതാം. ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോയത്തിനെ കുറിച്ചിട്ട് ഒരു 2 മാർക്കിനുള്ളത്, ഇപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ 2-3 മാർക്കിനുള്ളത് അതിലായിട്ടുണ്ട്. ഇവിടെ സമ്മറി നിങ്ങൾക്ക് തെറ്റാണെങ്കിലും കുറച്ച് നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയാൻ ആ പോയം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഐ ലൈക്ക് ദി ലൈൻസ് എന്ന് പറയുമ്പോൾ അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി പിന്നത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത് ദ പോയം ക്യാൻ ബി കമ്പയർ വിത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന 2 പോയം ചിലപ്പോൾ എനി വുമൺ ആവാം, എനി വുമൺ ബൈ കാതറിൻ ടിങ്ങിനോ, അതല്ല എങ്കിൽ മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അവിടെ എഴുതാം. അതാണ് പിന്നത്തെ പാരഗ്രാഫ്. ഇതിവിടെ പുതിയ പാരഗ്രാഫ് ആയിട്ടാണ്. ഈ പുതിയ പാരഗ്രാഫിൽ ദ പോയം ക്യാൻ കമ്പയർ വിത്ത് എന്ന് പറഞ്ഞിട്ട് വേണം തുടങ്ങാം. ബോത്ത് പോയം ആർ സിമിലർ ഇൻ തീം, അതായത് രണ്ടും എന്താണ് സിമിലർ. അപ്പൊ വുമൻസിനെ കുറിച്ചുള്ളതാണെങ്കിൽ 2 പോയം വുമൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ നെയ്ബേഴ്സിന്റെ പാടോ അതുപോലെ തന്നെ മെൻഡിങ് വാളും അവിടെ എന്താണ് മനുഷ്യ സ്നേഹമാണ് പറയുന്നതെങ്കിൽ അതാണ് പറയുന്നത്. എന്നിട്ട് ഈ ഡാഷിലോട്ട് സമ്മറിയാണ് ഇതിനകത്ത് നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് 2 പോയം ഉണ്ട്, എനി വുമണും അതുപോലെ തന്നെ മെൻഡിങ് വാളും. അപ്പൊ അതിന്റെ സമ്മറിയാണ് പിന്നീട് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് ലൈൻസുകളാണ്. ദ പോയിറ്റ് ഹാസ് യൂസ്ഡ് സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ്, ദ സ്റ്റൈൽ ഈസ് യൂണിക് ആൻഡ് ദ പോയറ്റിക് ഡിവൈസസ് ആർ സിമ്പിൾ, മെറ്റഫേഴ്സ് ആർ യൂസ്ഡ്, ഗുഡ് റൈമിംഗ് സിംഗ്, ഇൻ ഷോർട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് വേർഡ്, ഐ ലൈക്ക് ദ പോയം വെരി മച്ച്. ഇവിടെയും നിങ്ങൾക്ക് സിമ്പിൾ ലാംഗ്വേജ് ആണ്. അപ്പം ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന് പുറമെ നമുക്ക് ഈ പോയത്തിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ എഴുതണമെങ്കിൽ ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ട്വിസ്റ്റ് പോയം, ഇൻട്രസ്റ്റിംഗ് ആണ്, വേർഡ് പിക്ചർ ഉണ്ട്, ഇന്നർ മീനിങ്സ് ടു അതുകൊണ്ട്. പിന്നെ എൻ്റർ ഇൻ ടു അവർ ഹാർട്ട് ഈസിലി, നമ്മുടെ ഹാർട്ടിലേക്ക് നല്ല രീതിയിൽ കടന്ന് ചെല്ലുന്നുണ്ട്. പിന്നെ ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറ്റ് ഇസ് ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റാൻഡ്സ്, ചിലപ്പോൾ 3 സ്റ്റാൻഡ്സ് ആവാം, 4 സ്റ്റാൻഡ്സ് ആവാം. ആ സ്റ്റാൻഡ്സുകൾ ഏതാ ക്ലോസ്ലി റിലേറ്റഡ് ടു ഹ്യൂമൻ ലൈഫ്, മസ്റ്റ് ബി റീഡ് എവരിവൺ, ഇതൊക്കെ നമുക്ക് അതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മൾ എന്ത് പോയം കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. ഇനി ഒരു ക്വസ്റ്റ്യനും ആൻസറും കാണിച്ചു തരാം. നമുക്ക് മെൻഡിങ് വാളുമായിട്ട് കമ്പയർ ചെയ്ത് ഒരു പോയം തന്നിട്ടുണ്ട്. ആ പോയം എങ്ങനെയാണ് നമ്മുടെ മെൻഡിങ് വാളായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നതിൻ്റെ ആൻസർ മിസ് ഒന്ന് ജസ്റ്റ് വായിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാവും. ഓക്കെ, ക്വസ്റ്റ്യൻ ആണിത്. റൈറ്റ് an appreciation of the poem Neighbor in comparison with Mending Wall by Robert Frost. കണ്ടോ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പോയാണ് നെയ്ബർ എന്ന് പറഞ്ഞ പോയം. റൈറ്റ് ആൻ അപ്രീസിയേഷൻ അബൌട്ട് ദ പോയം നെയ്ബർ ഇൻ കമ്പാരിസൺ വിത്ത് മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൻഡിങ് വാളും തന്നിരിക്കുന്ന നെയ്ബർ എന്ന് പറഞ്ഞ പോയവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു അപ്രീസിയേഷൻ എഴുതാൻ പറയാണ്. അപ്പൊ കണ്ടോ, നമുക്ക് പോയാണിത്. നെയ്ബർ തന്നിരിക്കുന്ന ആളുടെ നെയ്ബർ എന്ന് പറഞ്ഞ എഴുതിയ ആളെ റൈറ്ററുടെ പേരാണിത്, ഐൻ ക്രിപ്റ്റൻ സ്മിത്ത് ആണ്. അപ്പൊ നമ്മൾ ഈ പോയം ജസ്റ്റ് വായിച്ചൊക്കെ 3 സ്റ്റാൻഡ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. Build me a bridge over the stream to my neighbor house where he is standing in dung areas and in the fresh morning. Ring or snowdrops spread everywhere. കാരണം അത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എന്തെങ്കിലുമൊക്കെ അത് മനസ്സിലാവും. അതിൽ നമുക്ക് വല്ല മീനിങ് തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഡങ് ഏരിയാസ് ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്, ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ നമ്മുടെ ആൻസർ നോക്കി നോക്കാം. എങ്ങനെയാണ് ഇവർ ആൻസർ ചെയ്തെന്ന് കണ്ടിരിക്കുന്നില്ല. പാരഗ്രാഫ് തിരിച്ച് നമുക്ക് ആദ്യം തന്നിരിക്കുന്ന പോയത്തിന്റെ പാരഗ്രാഫ്, പിന്നെ അതിന്റെ ഗുണങ്ങൾ, പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ച പാരഗ്രാഫ്. അപ്പൊ ചെറിയ രീതിയിലാണെങ്കിലും പാരഗ്രാഫ് തിരിച്ച് എഴുതാം. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. ദ പോയം നെയ്ബർ ബൈ ഐൻ ക്രിപ്റ്റൻ സ്മിത്ത് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം അബൌട്ട് ദി നെയ്ബർ. The poet wants a bridge to build over the stream to the neighbor's house. It's morning and his neighbor is standing in his house wearing dungarees. He wants the bridge to be covered by beautiful raindrops. ഇതൊക്കെ അതിന്റെ മീനിങ് ആണ് പറയുന്നത്. കംപ്ലീറ്റ്ലി മീനിങ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിന്റെ പ്രത്യേകത. നെയ്ബർ ഈസ് എ ഷോർട്ട് പോയം ഓഫ് ജസ്റ്റ് 3 സ്റ്റാൻസാസ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ റൈം, അതായത് റൈമിംഗ് വേർഡ്സ് ഇല്ല. ഇറ്റ്സ് ലാംഗ്വേജ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഇറ്റ് ഹാസ് എ ഫൈൻ മെസ്സേജ് ഓഫ് ഈക്വാലിറ്റി ആൻഡ് ലവ് ബിറ്റ്വീൻ നെയ്ബേഴ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് മെൻഡിങ് വാളിലും എഴുതാം. The poem has excellent visual and auditory images. We can see the bridge over the stream, the neighbor's house, the neighbor standing dungarees and snowdrops. അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇമേജിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ എക്സാമ്പിൾ ചെയ്താൽ ഓഡിറ്ററി ഇമേജസ് ആർ ദ സിംഗിങ് ഓഫ് ദി ബേർഡ് ആൻഡ് ദ മർമർ ഓഫ് ദി റെയിൻ. ഓഡിറ്ററി ഇമേജസ് ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം. ഒരു പോയം വായിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടാവാം, കാണാൻ കഴിയുന്ന ഇമേജസും അതെടുത്ത് എഴുതാം. പിന്നെ നമ്മൾ പഠിച്ച നമ്മുടെ മെൻഡിങ് പോയം. ദ പോയം മെൻഡിങ് വാൾ ഓൾസോ ടോക്സ് അബൌട്ട് നെയ്ബേഴ്സ്. ഇൻ ദാറ്റ് പോയം റോബർട്ട് ഫ്രോസ്റ്റ് ഡസ് നോട്ട് വാണ്ട് എ വാൾ ബിറ്റ്വീൻ നെയ്ബേഴ്സ് ബിക്കോസ് ഹി ഹാസ് എൻ ആപ്പിൾ ഓർക്കാർഡ് ആൻഡ് നെയ്ബേഴ്സ് പ്ലോട്ട് ഈസ് ഫുൾ ഓഫ് ഫൈൻ ട്രീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത്. ഇത് നിങ്ങൾ പഠിക്കുന്നേ വേണം. പിന്നെ ലാസ്റ്റ് ഫ്രോസ്റ്റ് പോയം ഇസ് മച്ച് ലോങ്ങർ ദാൻ
അയൻ ക്രിക്ടർ സ്മിത്തിന്റെ പോയത്തിനേക്കാൾ കുറച്ചുകൂടി വലിയ പോയാണ്. പിന്നെ ഫ്രോസ്റ്റ് യൂസ് മെനി മോർ പോയറ്റിക് ഡിവൈസസ് ദാൻ, കാരണം ഒരാളേക്കാൾ കൂടുതൽ മറ്റാൾ യൂസ് ചെയ്തിട്ടുണ്ട്. മെൻഡിങ് വാൾ മെസ്മറൈസിങ് ക്വാളിറ്റി ബോത്ത് ആർ എക്സലന്റ് പോയംസ് ബട്ട് ഐ പ്രിഫർ മെൻഡിങ് വാൾ ടു നെയ്ബർ. അതായത് എക്സലന്റ് ആണ് രണ്ടും. കണ്ടില്ലേ, ഇങ്ങനെ വേണം നിങ്ങൾ 8 മാർക്കിന്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ വന്നാലോ കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ ഈ 8 മാർക്കിന് കളയരുത്, നല്ല പോലെ പഠിക്കുക. ഓണം എക്സാമിന് വേണ്ടി എല്ലാവരും പഠിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.